ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ലൈൻസിലെ ഫോൾട്ട്സ് ആണ്. ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം നമുക്ക് പറയാം. ഷോർട്ട് സർക്യൂട്ട്, ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻസുലേഷൻ ഫെയിലിയർ, ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന അബ്നോർമൽ കണ്ടീഷൻസിനെയാണ് നമ്മൾ ഫോൾട്ടിന്റെ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫോൾട്ട്സിനെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം: സിമെട്രിക്കൽ ഫോൾട്ട്സും അൺസിമെട്രിക്കൽ ഫോൾട്ട്സും. സിമെട്രിക്കൽ ഫോൾട്ട്സിനെ തന്നെയാണ് നമ്മൾ ബാലൻസ്ഡ് ഫോൾട്ട്സ് എന്ന് പറയുന്നത്. അൺസിമെട്രിക്കൽ ഫോൾട്ട്സിനെ അൺബാലൻസ്ഡ് ഫോൾട്ട്സ് എന്നും പറയും. സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഫോൾട്ട്സ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്സ് ഇൻ ട്രാൻസ്മിഷൻ ലൈനിന്റെ അണ്ടറിലാണ്. ഓക്കെ, അതിൽ സിമെട്രിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സിമെട്രിക്കൽ ഫോൾട്ട്സ് നടന്നു കഴിഞ്ഞാലും സിസ്റ്റം ബാലൻസ്ഡ് ആയിരിക്കും. നമുക്ക് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് 3 ലൈൻസ് ആണല്ലോ ഉള്ളത്. എ ബി സി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ RYB എന്ന് നമ്മൾ വിളിക്കുന്ന 3 ലൈൻസ് ആണല്ലോ ഉള്ളത്. ഈ 3നെ എഫക്ട് ചെയ്യുന്നത് ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ട് എന്തായിരിക്കും, സിസ്റ്റം എന്ന് പറയുന്നത് ബാലൻസ്ഡ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് അതിനെ സിമെട്രിക്കൽ ഫോൾട്ട്സ് എന്ന് വിളിക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾ നോക്കി വെക്കുക. ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്സും അതുപോലെ ട്രിപ്പിൾ ലൈൻ ഫോൾട്ട്സും ആണ് അതിന് എക്സാമ്പിൾ വരുന്നത്. ഓക്കെ, അതേസമയം അൺസിമെട്രിക്കലിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ 3 ലൈൻസ് ഉണ്ട്. RYB എന്ന് ഞാൻ ഇടാണ് കേട്ടോ. RYB, അതില് ഒരു ലൈന് ഗ്രൗണ്ട് ആയിട്ട് ഒരു ഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് എന്ന് പറയുന്നത്. 2 ലൈൻസിന്റെ ഇടയിലാണ് ഫോൾട്ട് ഉണ്ടാവുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ ഡബിൾ ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ L2L ഫോൾട്ട് എന്ന് പറയുന്നത്. അതേസമയം ഈ 2 ലൈനും തമ്മിലും ഗ്രൗണ്ടിൽ ടച്ച് കൂടിയും ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഈ 3ഉം എന്തിന്റെ എക്സാമ്പിൾസ് ആണ്? അൺസിമെട്രിക്കൽ ഫോൾട്ട്സിന്റെ എക്സാമ്പിൾ ആണ്. ഏതൊക്കെയാണ്? ലൈൻ ടു ഗ്രൗണ്ട്, ലൈൻ ടു ലൈന്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് ആണ്. പക്ഷെ അത് വളരെ റെയർ ആയിട്ട് മാത്രമേ ഒക്കർ ചെയ്യുള്ളൂ. അതും കൂടെ നോട്ട് ചെയ്ത് വെക്കണം. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് ഓഫൻ സംഭവിക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആയിരിക്കും. പക്ഷെ അതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്, ഇമ്പാക്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കറണ്ട്, ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് ലെസ് ആയിരിക്കും. ഇവിടുത്തെ ഫോൾട്ട് കറണ്ട് എന്ന് പറയുന്നത് വെരി മച്ച് ഗ്രേറ്റർ ആണ് ബാക്കിയുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ 2 പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കണം. മോസ്റ്റ് കോമൺലി ഒക്കർ ചെയ്യുന്ന ഫോൾട്ട് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. മോസ്റ്റ് സിവിയർ ആയിട്ടുള്ള ഫോൾട്ട് എന്ന് പറയുന്നത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ കേസിൽ എന്താണ്? ഫേസ് എ ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫേസ് എ എന്തിലേക്ക് കണക്ട് ആയിരിക്കുകയാണ്? ഗ്രൗണ്ടിലേക്ക് കണക്ട് ആയിരിക്കുകയാണ്. ബിയും സി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോ ഗ്രൗണ്ടിലേക്ക് കണക്ട് ആയതുകൊണ്ട് എല്ലാ കറണ്ടും കൂടെ ഈ എ ഫേസിൽ കൂടെയാണ് പോവുക, അല്ലെ? അപ്പോ ഇവിടുത്തെ കേസിൽ സീക്വൻസ് കറണ്ട്സ് എടുക്കുകയാണെങ്കിൽ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I0 ഈക്വൽ ടു അവിടുത്തെ വോൾട്ടേജ് E ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇമ്പിഡൻസ്. ഇമ്പിഡൻസ് എന്ന് പറയുന്നത് സീക്വൻസ് ഇമ്പിഡൻസ് ആണ്. അതായത് Z1 പ്ലസ് Z2 പ്ലസ് Z0 ആണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഐ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 3 ടൈംസ് I0 അല്ലെങ്കിൽ 3 ടൈംസ് I1 അല്ലെങ്കിൽ 3 ടൈംസ് I2 ചെയ്തതിന് ഈക്വൽ ആയിരിക്കും. വിച്ച് വിൽ ബി ഈക്വൽ ടു 3 ടൈംസ് E ഡിവൈഡഡ് ബൈ Z0 പ്ലസ് Z1 പ്ലസ് Z2. ഓക്കെ, IB കൂടെ IC കൂടെയുള്ള കറണ്ട് എന്തായിരിക്കും? വിൽ ബി ഈക്വൽ ടു 0. ഇതാണ് ലൈൻ ടു ഗ്രൗണ്ട്, സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ കേസിൽ വരുന്നത്. അടുത്തത് ഡബിൾ ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ ലൈൻ ടു ലൈൻ ഫോൾട്ടിന്റെ കേസിലാണ്. അപ്പൊ ലൈൻ ടു ലൈൻ ഫോൾട്ടിലാവുമ്പോൾ ABC എന്ന് പറഞ്ഞിട്ട് 3 ലൈൻസ് ഉള്ളതിൽ 2 ഫേസസിന്റെ അക്രോസ് ആണ് ലൈൻ ടു ലൈൻ ഫോൾട്ട് ഒക്കർ ചെയ്യുന്നത്, അല്ലെ? ഗ്രൗണ്ട് ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ 0 സീക്വൻസ് കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അതുകൊണ്ടാണ് I0 നമ്മൾ 0 എടുത്തിട്ടുള്ളത്. ഗ്രൗണ്ട് വരുന്ന കേസുകളിൽ മാത്രമേ 0 സീക്വൻസ് കറണ്ട് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇവിടുത്തെ കേസിൽ അപ്പൊ എങ്ങനെയായിരിക്കും?
ബി കൂടെ കറണ്ട് പോകുന്നു, സി കൂടെ ലീവ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്ത് വരും? I1 ഈക്വൽ ടു മൈനസ് I2 എന്നല്ലേ വരിക, വിച്ച് വിൽ ബി ഈക്വൽ ടു, ഇവിടെ രണ്ട് സീക്വൻസ് കമ്പോണൻസ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് Z1 ഉം Z2 മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ, Z0 ഇല്ല. അപ്പൊ ഈ ഡിവൈഡ് ബൈ Z1 പ്ലസ് Z2 ആണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. I എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോൾട്ട് ഇല്ലാത്ത ലൈനിൽ കൂടെ കറണ്ട് പോകുന്നില്ല. ഓക്കെ, ഇത്രയും കൺസെപ്റ്റ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് സിമെട്രിക്കൽ ആൻഡ് അൺസിമെട്രിക്കൽ ഫോൾട്ട്സ് എന്ന ഭാഗത്ത് നിന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ നേച്ചർ ഓഫ് ഫോൾട്ട് ഇഫ് എ പവർ സിസ്റ്റം ഇസ് സബ്ജക്റ്റഡ് ടു എ ഫോൾട്ട് which makes zero sequence component of actual current equal to 0. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞുള്ളൂ, സീറോ സീക്വൻസ് കമ്പോണന്റ് എപ്പോഴാണ് സീറോ ആവുന്നത്? വെൻ ദർ ഇസ് നോ ഗ്രൗണ്ട് ഇൻവോൾവ്. ആ സമയത്താണ് നമുക്ക് സീറോ സീക്വൻസ് കറണ്ട് ഇല്ലാത്തത്. അപ്പൊ ഇവിടെ LG ഫോൾട്ടിൽ വരുന്നുണ്ട്, ട്രിപ്പിൾ LG ഫോൾട്ടിൽ ഗ്രൗണ്ട് വരുന്നുണ്ട്, ഡബിൾ LG ഫോൾട്ട്, ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിലും ഗ്രൗണ്ട് വരുന്നുണ്ട്. ഗ്രൗണ്ട് വരാത്ത ഒന്ന് ഏത് മാത്രമാണ്? ഓപ്ഷൻ ബി, ഡബിൾ ലൈൻ ഫോൾട്ട് ആണ്, ലൈൻ ടു ലൈൻ ഫോൾട്ട്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ബി, ലൈൻ ടു ലൈൻ ഫോൾട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഫോൾട്ട്സ് ആർ വെരി സിവിയർ ഫോൾട്ട്സ്? വെരി സിവിയർ ഫോൾട്ട്സ് ഏതാണ്? സിമെട്രിക്കൽ ഫോൾട്ട് ആയിട്ടുള്ള ട്രിപ്പിൾ ഫേസ് ഫോൾട്ട് ആണ്, അതായത് 3 ഫേസ് ഫോൾട്ട് ആണ് വരുന്നത്. സിവിയറിറ്റി നോക്കി നമ്മൾ ഈ തന്നിട്ടുള്ള 4 ഫോൾട്ട്സിനെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് ഏറ്റവും സിവിയറിറ്റി കുറവുള്ളത്. പിന്നെ അതിനേക്കാൾ കൂടുതലുള്ളതെന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ ഫോൾട്ട് ആണ്. പിന്നെ വരുന്നത് ഡബിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്. പിന്നെ വരുന്നതാണ് ട്രിപ്പിൾ ലൈൻ ഫോൾട്ട് അല്ലെങ്കിൽ സിമെട്രിക്കൽ ഫോൾട്ട്. അപ്പൊ ഏറ്റവും സിവിയർ ആയിട്ടുള്ളത് ട്രിപ്പിൾ ലൈൻ ഫോൾട്ടും ഓഫൺ ആയി നടക്കുന്ന, അതായത് മോസ്റ്റ് കോമൺ ആയി നടക്കുന്ന ഫോൾട്ട് എന്ന് പറയുന്നത് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്, വിച്ച് ഇസ് ലെസ് സിവിയർ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി, 3 ഫേസ് ഫോൾട്ട് ആണ് വെരി സിവിയർ ഫോൾട്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഒക്കേഴ്സ് ഓൺ എ പവർ സിസ്റ്റം. LG ഫോൾട്ട് ആണ് നടക്കുന്നത് പറയേണ്ടത്. അപ്പൊ LG ഫോൾട്ട് ആണ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ എന്താ പറയുന്നത്? ദ കറണ്ട് ഇൻ എ ഫോൾട്ടഡ് ഫേസ് ഇസ് മെഷേർഡ് അറ്റ് 300 ആംപിയർ. ഫോൾട്ടഡ് ഫേസിലുള്ള കറണ്ട് എന്ന് പറയുന്നത് 300 ആംപിയർ ആണെന്നാണ് മെഷർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സീറോ സീക്വൻസ് കറണ്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ കേസിൽ 3 ടൈംസ് I0 equal to 3 times I1 is equal to 3 times I2 is equal to ആണ് IF വരുന്നത്. which means zero sequence current ആണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. I0 will be equal to IF divided by 3, which is equal to 300 divided by 3, which is equal to 100 amperes. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ ഡി, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ടിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തതും പറയുന്നത് എന്താണ്? സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ് ഒക്കർ ചെയ്യുന്നത് ഒരു 3 ഫേസ് സിസ്റ്റത്തുമ്മേ വിത്ത് ആൻ അൺഗ്രൗണ്ടഡ് ന്യൂട്രൽ ആൻഡ് എ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് ഓഫ് 11 kV. ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 11 kV ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഓൺ ദ ഹെൽത്തി ഫേസസ് മോസ്റ്റ് ലൈക്ലി ടു റൈസ് എന്തായിരിക്കും? ഫേസ് വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു √3 ടൈംസ് ലൈൻ വോൾട്ടേജ്, വിച്ച് വിൽ ബി ഈക്വൽ ടു √3 into 11 kV. 11 kV ആണ് ഇവിടെ തന്നിട്ടുള്ള വാല്യൂ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക? ഓപ്ഷൻ ബി ആണ് വരിക, √3 into 11 kV. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ഒക്കർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് സീക്വൻസ് ഇമ്പിഡൻസസ് നമുക്ക് തന്നിട്ടുണ്ട് Z1, Z2, Z0. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, പ്രീ ഫോൾട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 1 per unit ആണ്. തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 1 per unit എന്നാണ് കേട്ടോ. എന്നിട്ട് നമ്മളോട് എന്ത് പറഞ്ഞിരിക്കുകയാണ്? ഫോൾട്ട് കറണ്ടും വോൾട്ടേജ് ഓഫ് ഫോൾട്ടഡ് ഫേസും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫോൾട്ട് കറണ്ട് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും?
IF will be equal to 3 times I0 അല്ലെങ്കിൽ I1 അല്ലെങ്കിൽ I2. സിംഗിൾ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് ആണ്, എല്ലാം ഈക്വൽ ആണ്. 3 times voltage in per unit divided by Z1 plus Z2 plus Z0, which will be equal to IF is equal to 3 into 1 divided by 0.3 plus 0.4, 0.7, 0.7 plus 0.2, 0.9. 0.9 വരും, which means 3.33 per unit. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക? അത് വരുന്നത് ഒരേ ഒരു ഓപ്ഷനിലേ ഉള്ളൂ, ഓപ്ഷൻ എ 3.33 per unit. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ എന്തായിരുന്നു? ഫോൾട്ടഡ് ഫേസിലെ വോൾട്ടേജ് ആയിരുന്നു. ഫോൾട്ടഡ് ഫേസിലെ വോൾട്ടേജ് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും അല്ലെ? കറണ്ട് മാക്സിമം ആൻഡ് voltage will be 0 because it is a short circuited version, right? Now the last question. A 100 MVA 20 kV generator is subjected to 3-phase fault at its terminals. The generator has subtransient reactance X double dash equal to 0.25 per unit. അങ്ങനെയാണെങ്കിൽ calculate the fault current during 3-phase fault. 3-phase fault വരുമ്പോഴുള്ള ഫോൾട്ട് കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തൊക്കെ അറിയാം? നമുക്കറിയാം എസ് ബേസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുള്ളത് 100 MVA ആണ്. ഓക്കെ, വി ബേസ് എന്നുള്ളത് തന്നിട്ടുള്ളത് 20 kV ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഐ ബേസ് കണ്ടുപിടിക്കാൻ അറിയില്ലേ? ഐ ബേസ് വിൽ ബി ഈക്വൽ ടു എസ് ബേസ് ഡിവൈഡഡ് ബൈ √3 വി ബേസ് അല്ലേ, നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 100 into 10 raised to 6 divided by √3 into 20 into 10 raised to 3. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ്ലി വാല്യൂ കിട്ടുക 2886 ആംപിയർ ആണ്. ഇതിപ്പോ നമ്മൾ ബേസ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് ഫോൾട്ട് കറണ്ട് കണ്ടുപിടിക്കണം. ഫോൾട്ട് കറണ്ട് ആദ്യം പെർ യൂണിറ്റിലാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫോൾട്ട് കറണ്ട് ഇൻ പെർ യൂണിറ്റ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? വി ഡിവൈഡഡ് ബൈ എക്സ് ഡബിൾ ഡാഷ് ചെയ്തതായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 1 per unit. തന്നിട്ടില്ലെങ്കിൽ വീടിന്റെ വാല്യൂ എന്താ എടുക്കേണ്ടത്? 1 per unit. 1 ഡിവൈഡഡ് ബൈ എക്സ് ഡബിൾ ഡാഷ് തന്നിട്ടുള്ളത് 0.25 ആണ്, വിച്ച് വിൽ ബി ഈക്വൽ ടു 4 അല്ലെ? 4 per unit ആണ്. അപ്പോ ഫോൾട്ട് കറണ്ട് ഇൻ പെർ യൂണിറ്റ് വരുന്നത്. അതിന്റെ ആക്ച്വൽ വാല്യൂ വിൽ ബി ഈക്വൽ ടു IF ആക്ച്വൽ വിൽ ബി ഈക്വൽ ടു പെർ യൂണിറ്റിലുള്ള വാല്യൂ ഇൻറ്റു ബേസ് വാല്യൂ, വിച്ച് മീൻസ് 4 into 2886 ചെയ്തതായിരിക്കും, വിച്ച് വിൽ ബി ഈക്വൽ ടു 11,544 ആംപിയർ, which can be written as 11.54 kilo ampere. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ഏതാണ് വരിക? ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ വരിക. അപ്പൊ ഇത്രയാണ് നമുക്ക് ഫോൾട്ടിന്റെ ഭാഗത്ത് നിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.